കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കേരള രാഷ്ട്രീയത്തിന്റെ കണ്ണും കാതും തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ്. വികസനത്തിന്റെ പുതിയ ചരിത്രം എഴുതി BJP ഭരണസമിതി അധികാരത്തിലേറി ഇത്രയും മാസം പിന്നിടുമ്പോൾ അസൂയ പൂണ്ട LDFും UDFും അവിടെ കെട്ടഴിച്ചു വിടുന്ന രാഷ്ട്രീയ നാടകങ്ങളാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. തോൽവി സമ്മതിക്കാൻ മനസ്സിലാത്ത LDF കോർപ്പറേഷൻ ഭരണം അട്ടിമറിക്കാൻ എന്തൊക്കെ തരം താന്ന അടവുകളാണ് പയറ്റുന്നത്. ആക്രമണവും ഗുണ്ടായുസവും നിയമസഭയിൽ മാത്രമല്ല നഗരസഭയിലും നടപ്പാക്കാൻ നോക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികളുടെ യഥാർത്ഥ മുഖം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടതാണ്. CPMന്റെ ഒരു കൂട്ടം ഗുണ്ടാ നേതാക്കൾ വന്ന തലസ്ഥാന നഗരിയുടെ മേയർ VV രാജേഷിനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടപ്പോൾ കേരള മനസാക്ഷി മരവിച്ചു പോയി. ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ഭരണസമിതിയെ, ജനപിന്തുണയുള്ള ഒരു മേയറെ ഗുണ്ടായുസം കൊണ്ട് താഴെ ഇറക്കാമെന്ന് ഏതെങ്കിലും ചുവപ്പുകോട്ടയിലെ നേതാക്കൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റി. അവർ എന്തൊക്കെ അടവുകൾ ഇറക്കിയാലും അതിനൊക്കെ ചതിക്കുഴികൾ തീർത്താലും BJP ഭരണസമിതി ഇളക്കാൻ പോലും കഴിയില്ല എന്ന സത്യം വിളിച്ചോതുന്നതാണ് തിരുവനന്തപുരത്തെ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ. എന്താണ് യഥാർത്ഥത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ സംഭവിക്കുന്നത്? LDFന്റെയും UDFന്റെയും അവിശ്വാസ നാടകങ്ങൾക്ക് പിന്നിലെ പൊള്ളത്തരം എന്താണ്? നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. നമുക്ക് ഈ പ്രശ്നങ്ങളുടെ തുടക്കം എവിടെ നിന്നാണെന്ന് കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. തിരുവനന്തപുരം നഗരസഭയിൽ BJP ചരിത്രപരമായ വിജയം നേടി ഭരണം പിടിച്ചെടുത്ത അന്നു മുതൽ തുടങ്ങിയതാണ് LDFന്റെയും UDFന്റെയും നെഞ്ചെടുപ്പ്. വികസന മുരടിപ്പിൽ ശ്വാസം മുട്ടിയിരുന്ന തിരുവനന്തപുരം നഗരത്തെ വെറും 6 മാസം കൊണ്ട് വികസനത്തിന്റെ പാതയിലേക്ക് നയിക്കാൻ മേയർ VV രാജേഷിനും അദ്ദേഹത്തിന്റെ ഭരണസമിതിക്കും സാധിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ഒട്ടനവധി പദ്ധതികൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ തുടങ്ങിയതോടെ ഈ കക്ഷികളായ LDFനും UDFനും നിലനിൽപ്പില്ലാതായി. വികസനം ചർച്ച ചെയ്താൽ തങ്ങൾ തോറ്റു പോകുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് അവർ രാഷ്ട്രീയ കുതന്ത്രങ്ങളിലേക്ക് തിരിഞ്ഞു. ഇതിനിടയിലാണ് BJP കൗൺസിലർ സുഗതൻ ഒരു കേസിൽ ജയിലിലാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. രാഷ്ട്രീയമായി BJPയെ നേരിടാൻ കെൽപ്പില്ലാത്ത കോൺഗ്രസും LDFും ഈ ഒരു സാഹചര്യം മുതലെടുത്ത് ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കാൻ അവിശ്വാസ പ്രമേയം എന്ന വലിയ ഒരു അടവുമായി രംഗത്തിറങ്ങി. മേയറെ പുറത്താക്കാമെന്നും ഭരണം പിടിച്ചെടുക്കാമെന്നും പറഞ്ഞ് വലിയ അവകാശവാദങ്ങളാണ് UDF നേതാക്കൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളമ്പിയത്. എന്നാൽ കോർപ്പറേഷൻ കൗൺസിലിന്റെ സാങ്കേതിക നിയമങ്ങളും ചട്ടങ്ങളും കൃത്യമായി പഠിച്ച മേയർ VV രാജേഷ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഈ നീക്കങ്ങളെ നേരിട്ടത്. കാരണം നിയമത്തിന്റെ വഴിയിൽ ഇവർക്ക് രണ്ടാൾക്കും ഈ നീക്കങ്ങൾ വെറും ജലരേഖ മാത്രമാണെന്ന് ഭരണപക്ഷത്തിനും നന്നായി അറിയാമായിരുന്നു. തദ്ദേശ സ്വയംഭരണ നിയമപ്രകാരം അവിശ്വാസ പ്രമേയം പരിഗണിക്കുന്ന കൗൺസിൽ യോഗത്തിൽ ആകെ അംഗസംഖ്യയുടെ 2/3 ഭാഗം പേർ നിർബന്ധമായും ഹാജരായിരിക്കണം എന്നാണ് നിയമം. 101 അംഗങ്ങളുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലിൽ ക്വാറം തികയണമെങ്കിൽ കുറഞ്ഞത് 68 കൗൺസിലർമാർ യോഗത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട്. എന്നാൽ നിലവിലെ കക്ഷിനില പരിശോധിച്ചാൽ പ്രതിപക്ഷ നിര മുഴുവൻ ഒത്തൊരുമിച്ചാൽ പോലും ഈ സഖ്യകക്ഷിയിലേക്ക് എത്താനാകില്ല എന്നതാണ് യാഥാർത്ഥ്യം. കോർപ്പറേഷനിൽ BJPക്ക് തനിച്ച 50 അംഗങ്ങളുടെ കരുത്തുണ്ട്. സ്വതന്ത്ര അംഗമായ പാറ്റൂർ രാധാകൃഷ്ണൻ കൂടി പിന്തുണയ്ക്കുന്നതോടെ BJP പക്ഷത്തിന്റെ അംഗബലം 51 ഉയരുന്നു. മറുപക്ഷത്ത് LDFന് 29 അംഗങ്ങളും UDFന് വിമതന്റെ പിന്തുണയടക്കം 21 അംഗങ്ങളുമാണ് ഉള്ളത്. അതായത് പ്രതിപക്ഷ നിരയിലെ ആകെ വോട്ടുകൾ കൂട്ടിക്കിഴിച്ചാൽ വെറും 50 മാത്രമാണ്. അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കുന്ന ദിവസം BJP കൗൺസിലർമാർ കൂട്ടത്തോടെ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചാൽ കൗൺസിലിലെ പരമാവധി ഹാജർ നില 50-ൽ ഒതുങ്ങും. ക്വാറത്തിന് ആവശ്യമായ 68 പേർ തികയാത്തതിനാൽ അവിശ്വാസ പ്രമേയം പരിഗണിക്കാൻ പോലും കഴിയാതെ ചവറ്റുകുട്ടയിലേക്ക് തള്ളപ്പെടും. സാങ്കേതികമായി ഇത്രയും സുരക്ഷിതനായ ഒരു മേയർക്കെതിരെയാണ് ഒന്നും അറിയാത്തതുപോലെ UDF ഈ അവിശ്വാസ നാടകം കളിക്കുന്നത്. ഇനി LDF ആണെങ്കിൽ വലിയ തന്ത്രങ്ങൾ പ്രയോഗിച്ച് ക്വാറം തികയ്ക്കുകയും പ്രമേയം വോട്ടിനിടുകയും ചെയ്താൽ പോലും മേയർ VV രാജേഷിന് യാതൊരുവിധ ഭീഷണിയുമില്ല. അവിശ്വാസം പാസ്സാകണമെങ്കിൽ കുറഞ്ഞത് 51 പേരുടെ വോട്ട് വേണം. ജയിലിലുള്ള സുഗതൻ എത്തിയില്ലെങ്കിൽ BJPയുടെ ബലം 49 ചുരുങ്ങുമെങ്കിലും സ്വതന്ത്രന്റെ പിന്തുണയോടെ അത് 50 നിലനിൽക്കും. പ്രതിപക്ഷത്ത് LDFും UDFും വിമതരും കൈകോർത്താൽ പോലും വോട്ട് നില 50-50 എന്ന നിലയിൽ തുല്യമാവുകയുള്ളൂ. വോട്ടിന് തുല്യമായാൽ അവിശ്വാസ പ്രമേയം തനിയെ അസാധുവാകുമെന്നാണ് ചട്ടം.
ഭരണപക്ഷത്തിന് അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്ന ഒരംഗം പോലും ഇപ്പുറത്തില്ലാത്ത സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിന് വിജയം എന്നത് വെറുമൊരു സ്വപ്നം മാത്രമാണ്. ഇതിലൊക്കെയുപരി തങ്ങൾക്കെതിരെ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടാൽ അടുത്ത 6 മാസത്തേക്ക് പുതിയ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ നിയമപരമായി പ്രതിപക്ഷത്തിന് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ വിഡ്ഢിത്തം നിറഞ്ഞ നീക്കം ഭരണസമിതിയുടെ ആയുസ് കൂട്ടുകയുള്ളൂ എന്ന തിരിച്ചറിവാണ് വി രാജേഷിന്റെയും BJP നേതൃത്വത്തിന്റെയും ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചത്. ഇത്തരം പൊള്ളത്തരം ഇവിടം കൊണ്ടും തീരുന്നില്ല. തിരുവനന്തപുരത്ത് ഇപ്പോൾ കളി മാറിയിരിക്കുകയാണ്. BJPയെ വീഴ്ത്താൻ UDFനെ പിന്തുണയ്ക്കില്ല എന്ന് LDF പരസ്യമായി ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കോൺഗ്രസും CPM-ഉം ഒരുമിച്ച് ചേർന്ന് അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത് ഭാവിയിൽ വലിയ തോതിലുള്ള രാഷ്ട്രീയ തിരിച്ചടികൾക്ക് കാരണമാകുമെന്നാണ് CPM ഇപ്പോൾ വിലയിരുത്തുന്നത്. നിയമപ്രകാരം അവിശ്വാസ പ്രമേയ നോട്ടീസ് സമർപ്പിക്കാൻ തന്നെ 34 പേരുടെ ഒപ്പ് വേണം. എന്നാൽ നിലവിൽ 20 അംഗങ്ങൾ മാത്രമുള്ള UDFനോ 29 അംഗങ്ങളുള്ള LDFനോ തനിച്ച് അവിശ്വാസ പ്രമേയം മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഇവർക്ക് ഒരുമിച്ച് ഒപ്പിട്ടാൽ മാത്രമേ 34 എന്ന സംഖ്യ തികയ്ക്കാൻ സാധിക്കൂ. എന്നാൽ പരസ്പരം പാരവയ്ക്കുന്ന ഈ നിരയിൽ അത് നടക്കില്ല എന്ന് ഉറപ്പായതോടെ ഈ നീക്കം ഇപ്പോൾ താൽക്കാലികമായി നിർത്തിയിരിക്കുകയാണ്. ഒരു നോട്ടീസ് പോലും സ്വന്തമായി കൊടുക്കാൻ ശേഷിയില്ലാത്തവരാണ് BJP ഭരണത്തെ താഴെയിറക്കാൻ നടക്കുന്നത്. ഇനി ഇതിനിടയിലാണ് UDF പാർലമെന്ററി പാർട്ടി ലീഡർ അഡ്വക്കേറ്റ് KS ശബരിനാഥൻ നഗരത്തിൽ ഭരണസ്തംഭനമാണെന്ന് ആരോപിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. ജനങ്ങൾ മേയർ വി രാജേഷിന്റെ ഭരണത്തിൽ പൂർണ്ണ തൃപ്തരാണ്. പ്രതിപക്ഷത്തിന്റെ എല്ലാ ആക്രമണങ്ങളെയും രാഷ്ട്രീയ ഈ ഒരു സാഹചര്യത്തെയും ജനങ്ങൾ അണിനിരത്തിക്കൊണ്ട് തന്നെ BJP നേരിടും. നിയമപരമായ സുരക്ഷിതത്വവും ജനങ്ങളുടെ പിന്തുണയും ഉള്ളിടത്തോളം കാലം തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം തികഞ്ഞ ആത്മവിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോകും. വരും ദിവസങ്ങളിൽ ഇവരുടെയൊക്കെ ഈ നാടകങ്ങൾ എങ്ങനെയൊക്കെ തകർന്നടിയുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇനി എല്ലാവർക്കും തോന്നാം എന്താണ് യഥാർത്ഥത്തിൽ ഈ അവിശ്വാസ പ്രമേയമെന്ന്. വളരെ ലളിതമായി പറഞ്ഞാൽ നിലവിൽ അധികാരത്തിലിരിക്കുന്ന ഒരു ഭരണാധികാരിക്കോ ഭരണസമിതിക്കോ ഈ കൗൺസിലിൽ ഭൂരിപക്ഷമില്ല. അതുകൊണ്ട് അവർക്ക് അധികാരത്തിൽ തുടരാൻ യോഗ്യതയില്ല എന്ന് ഔദ്യോഗികമായി ചൂണ്ടിക്കാണിക്കുന്ന നിയമപരമായ നീക്കമാണിത്. ഭരണപക്ഷത്തിന് അംഗങ്ങളുടെ പിന്തുണയുണ്ടോ ഇല്ലയോ എന്ന് നിയമത്തിന്റെ വഴിയിലൂടെ അളന്നു നോക്കുന്ന ഒരു രാഷ്ട്രീയ പരീക്ഷണം. ചട്ടപ്രകാരം ഈ പ്രമേയം പാസ്സാകണമെങ്കിൽ കൗൺസിലിലെ പകുതിയിലധികം അംഗങ്ങൾ ഇതിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യണം. അങ്ങനെ വോട്ട് ചെയ്ത് പ്രമേയം പാസ്സായാൽ മേയർക്ക് ഉടനടി കസേര ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും. ഭരണം താഴെ വീഴും. എന്നാൽ പ്രമേയം പരാജയപ്പെടുകയാണെങ്കിലോ നിലവിലെ ഭരണസമിതിക്ക് കൂടുതൽ കരുത്തോടെ ഭരണം തുടരാമെന്ന് മാത്രമല്ല അടുത്ത 6 മാസത്തേക്ക് ഇത്തരമൊരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് സമയം കളയാൻ നിയമപരമായി സാധിക്കുകയുമില്ല. ഈ ഒരു നിയമം വെച്ചാണ് ഇപ്പോൾ ഇവർ രണ്ടുപേരും വലിയ അട്ടിമറി നടത്താൻ നോക്കുന്നതും. എന്നാൽ BJP ഭരണസമിതി അതിനെ പുല്ലുപോലെ തള്ളിക്കളയുന്നതും. യഥാർത്ഥത്തിൽ ഈ അവിശ്വാസ നാടകത്തിലൂടെ ഇവർ സ്വന്തം കുഴി തന്നെയാണ് തോണ്ടുന്നത്. കാരണം ഈ ഒരു വരുന്ന തിങ്കളാഴ്ച UDF കവാടം ഉപരോധിക്കുമെന്നും വലിയ സമരം നടത്തുമെന്നുമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഒരു അവിശ്വാസ പ്രമേയം എന്ന വലിയ ആയുധം നിയമത്തിൻ്റെ മുന്നിൽ തോറ്റ് പോകുമെന്ന് അവർക്കിപ്പോൾ തന്നെ ഉറപ്പായി കഴിഞ്ഞു. LDFും UDFും തമ്മിലുള്ള ഈ പാരവെപ്പും ചെളിവാരിയെറിയലും ജനങ്ങൾ കൃത്യമായി കാണുന്നുണ്ട്. വികസനം നടപ്പാക്കുന്ന BJP ഭരണസമിതിയെ ആക്രമണം കൊണ്ടും കള്ളപ്രചാരണങ്ങൾ കൊണ്ടും തളർത്താൻ നോക്കിയാൽ തിരുവനന്തപുരത്തെ പ്രബുദ്ധരായ ജനങ്ങൾ അത് കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്നത് ഉറപ്പാണ്. ഇവിടെയാണ് ഈ രാഷ്ട്രീയ നാടകത്തിന്റെ ഏറ്റവും വലിയ തമാശ നിങ്ങൾ കാണേണ്ടത്. BJP ഭരണത്തെ എങ്ങനെയെങ്കിലും ഒന്ന് സ്തംഭിപ്പിക്കാൻ വേണ്ടി UDF ഇപ്പോൾ നാണം കെട്ട് LDFന്റെ സഹായം തേടി നടക്കുകയാണ്. നിയമസഭയിലും ചാനൽ ചർച്ചകളിലും പരസ്പരം ചെളിവാരിയെറിയുന്ന കോൺഗ്രസുകാർക്ക് BJPയെ താഴെയിറക്കാൻ കമ്മ്യൂണിസ്റ്റുകാരുടെ കാൽക്കൽ വീഴാൻ പോലും ഒരു മടിയുമില്ല എന്ന് ഇതിലൂടെ തെളിഞ്ഞിരിക്കുകയല്ലേ. സ്വന്തമായി 34 ഒപ്പ് തികയ്ക്കാനില്ലാത്ത UDF തങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞ് LDF നേതാക്കളുടെ പുറകെ നടക്കുകയാണ്. എന്നാൽ CPM ഇതിന് തയ്യാറല്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് CPM ഈ നീക്കത്തിന് സമ്മതിക്കാത്തതെന്ന് അറിയാമോ? അത് BJPയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, മറിച്ച് കോൺഗ്രസിനൊപ്പം ചേർന്ന് അവിശ്വാസം കൊണ്ടുവന്നാൽ ജനങ്ങൾക്ക് മുന്നിൽ തങ്ങൾ നാണം കെട്ടുപോകുമെന്ന ഭയം കൊണ്ടാണ്.
കേരളത്തിൽ വോട്ട് ചോദിക്കാൻ ഇറങ്ങുമ്പോൾ കോൺഗ്രസ് അഴിമതിക്കാരാണെന്ന് പറയുകയും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം പിടിക്കാൻ അതേ കോൺഗ്രസിന്റെ കൈ പിടിക്കുകയും ചെയ്താൽ അണികളോട് എന്ത് മറുപടി പറയും എന്നാലോചിച്ചാണ് CPM ഇപ്പോൾ ഈ നെട്ടോട്ടം ഓടുന്നത്. അങ്ങനെ ചെയ്താൽ അത് ഭാവിയിൽ തങ്ങൾക്ക് വലിയ രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് CPM നേതൃത്വം വിലയിരുത്തുകയാണിപ്പോൾ. BJPയെ താഴെയിറക്കാൻ UDF ഒരുക്കിയ ചതിക്കുഴിയിൽ അവർ തന്നെ വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സ്വന്തം മുന്നണിയിലെ അവിശ്വാസം പോലും പരിഹരിക്കാൻ കഴിയാത്തവരാണ് ജനപിന്തുണയോടെ ഭരിക്കുന്ന മേയർ VV രാജേഷിനെതിരെ അവിശ്വാസം കൊണ്ടുവരാൻ നടക്കുന്നത്. ഈ ഒളിച്ചുകളിയും ഇരട്ടത്താപ്പും തിരുവനന്തപുരത്തെ ജനങ്ങൾ കൃത്യമായി കാണുന്നുണ്ട്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമായി ബോധ്യപ്പെടും. ജനവിശ്വാസം നേടിയെടുത്ത അധികാരത്തിൽ വരുന്ന ഒരു ഭരണസമിതിയെ കള്ളപ്രചാരണങ്ങൾ കൊണ്ടോ ആക്രമണ രാഷ്ട്രീയത്തിന്റെ കരുത്തുകൊണ്ടോ ദീർഘകാലം പ്രതിരോധത്തിൽ നിർത്താൻ ആർക്കും കഴിയില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് കേവലം ഒരു അവിശ്വാസ പ്രമേയത്തിന്റെ സാങ്കേതിക തർക്കങ്ങൾ മാത്രമല്ല, അതിനപ്പുറം വികസന രാഷ്ട്രീയവും മറ്റ് തമ്മിലുള്ള നേരിട്ടുള്ള ഒരു പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ 6 മാസക്കാലമായി നഗരസഭയുടെ ഭരണം സുതാര്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന BJP നേതൃത്വത്തിന് ഈ പ്രതിസന്ധികളെല്ലാം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയുമെന്ന പൂർണ്ണമായ ഉറപ്പുണ്ട്. കാരണം ജനാധിപത്യത്തിൽ അധികാരം എന്നത് ജനങ്ങളുടെ കൈകളിലാണ്. ജനങ്ങൾ ആഗ്രഹിച്ച മാറ്റമാണ് തിരുവനന്തപുരത്ത് ഉണ്ടായത്. വികസനത്തിന്റെ കാര്യത്തിൽ തങ്ങളെക്കാൾ എത്രയോ മുന്നിലാണ് നിലവിലെ ഭരണസമിതി എന്ന് അവർക്ക് ഉള്ളാലെ സമ്മതിക്കേണ്ടി വരുന്നുണ്ട്. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മാത്രം വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്ന ഇത്തരം പ്രവണതകൾ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്ക് ഒട്ടും ഗുണകരമല്ല. ഈ ഒരു തിരിച്ചറിവ് വോട്ടർമാർക്കുള്ളിടത്തോളം കാലം മേയർ VV രാജേഷിനും അദ്ദേഹത്തിന്റെ ടീമിനും ഒട്ടും ഭയപ്പെടാനില്ല. ഈ വിഷയം കേവലം തിരുവനന്തപുരത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല, മറിച്ച് വരാനിരിക്കുന്ന കേരള രാഷ്ട്രീയത്തിലെ വലിയൊരു മാറ്റത്തിന്റെ സൂചന കൂടിയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.